ഫൈനാൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തു. അവർ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. നിങ്ങളുടെ സിസ്റ്റംസ്, അതായത് ഇപ്പോൾ ERP ഉണ്ടെങ്കിൽ ERP, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബില്ലിംഗ് സിസ്റ്റം ആണെങ്കിൽ ബില്ലിംഗ് സിസ്റ്റം, ഇതെല്ലാം റെഡിയായി. ഇനി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് തൊഴിലാളികളാണ്. പല പല മേഖലകളിൽ പല പല കാര്യങ്ങൾക്കായിട്ട് വേണ്ടി വരുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. നിങ്ങൾ ഏത് ക്രൈറ്റീരിയയിലുള്ള ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോഴും നമ്മൾ ബേസിക്കായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആളുടെ പേഴ്സണാലിറ്റി. കാരണം ഓരോ എംപ്ലോയിയും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മുഖമാവുന്ന ഒരു കാഴ്ചയാണ് വളർച്ചയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവരെങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നു, അതാണ് നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കുക. ഇന്നത്തെ കാലത്ത് പണ്ടുണ്ടായിരുന്ന മാതിരിയല്ല ആൾക്കാർ തമ്മിലുള്ള സംസാരമല്ല. ഗൂഗിൾ മാതിരിയുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോംസിൽ റിവ്യൂസാണ് വരിക. നിങ്ങൾ കൊടുക്കുന്ന സേവനം ശരിയല്ല, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിപ്പോൾ ഇനീഷ്യലി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കൂടെ നമ്മുടെ ഫൗണ്ടേഴ്സിൻ്റെ ആരെങ്കിലും അല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലും തന്നെ ആ ഒരു മേഖല ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എംപ്ലോയിയാണ്. അതിപ്പോൾ നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും നാളെ അത് നിങ്ങൾക്ക് വളരെ വ്യക്തമാവും. കാരണം കസ്റ്റമേഴ്സ് വന്നു തുടങ്ങുമ്പോൾ ഇവരെയൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? ആൾക്കാർ വേണം. ഈ ആൾക്കാർ മര്യാദക്കല്ല ഡീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കെട്ടിപ്പടുക്കിയ എല്ലാ ബിസിനസ്സും വളരെ നിമിഷ നേരം കൊണ്ട് താറുമാറാവും. പിന്നെ അത് തിരിച്ചു കൊണ്ടുവരൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സസ് ടീം റിക്രൂട്ട്മെൻറ്റിനാണെങ്കിലും അവരുടെ എംപ്ലോയി ഗ്രീവൻസസിനാണെങ്കിലും കണ്ടെത്തേണ്ടത് വളരെ അനിവാര്യമാണ്.